നമസ്കാരം. ഈ കളികൾ പലവിധമുണ്ട്. ഓണക്കളി, ഫുട്ബോൾ കളി, വോളിബോൾ കളി. ഇത് ഓണക്കളിയാണ്. ഓണക്കളി എന്ന് പറയുമ്പോൾ ഈ കയ്യെ കൊട്ടി വട്ടത്തിലുള്ള ആ കളിയല്ല. ഓണക്കാലത്ത് ഞാൻ കളിച്ചൊരു കളി. ആ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് വിട്ടിട്ട് ഒരു അമ്മയും മോളും താമസിക്കുന്നുണ്ട്. വേറൊരു മോളും കൂടി ഉണ്ട്. അവളെ കെട്ടിച്ചു വിട്ട്. ഇവളെ കെട്ടിച്ചു വിട്ടല്ല, ഇളയതിനെയാണ് കെട്ടിച്ചേക്കണം. ഇവള് ഒരു ദുഃഖപുത്രിയായിട്ട് അവിടെ ഉണ്ട്. എന്താ അറിയില്ല, അവൾക്കൊരു പ്രേമം ഉണ്ടായി, അത് പൊളിഞ്ഞു പോയി, എന്തൊക്കെയോ റൂമറൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീടിൻ്റെ അതിൽ എപ്പോഴും പോകണ ആളാണ്. ഞാൻ എന്നെ കണ്ട അപ്പം വിളിക്കും, ഇവിടെ വേടാ ഒരു ചെറിയ കാര്യമുണ്ട്, ഒന്നില്ലെങ്കിൽ പീടിയെന്ന് എന്തെങ്കിലും സ്ലൈഡ് മേടിച്ചുകൊണ്ടാറ്, അല്ലെങ്കിൽ പിന്നു കൊണ്ടുവരാൻ പറയും, അല്ലെങ്കിൽ ഒരു 10 പാട്ടിന് ചില്ലറ മേടിച്ചുകൊണ്ട് വരും. ഒരാവശ്യമില്ലാത്ത കേസുകളാണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ സാധനമൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കയ്യമ്മ കയറി പിടിക്കലും. അപ്പം എനിക്ക് കത്തി. പണ്ട് ഇന്നത്തെ പോലെയല്ല, പെണ്ണുങ്ങളാണ് കുറച്ച് മുതിർന്ന പെണ്ണുങ്ങളെ ആൺകുട്ടികളോട് വല്ലാണ്ട് ഹെഡ് എങ്ങനെ സെക്ഷലായിട്ട് അവരെ വരുതി കൊണ്ടുവരാൻ വേണ്ടി പല സിഗ്നലും കാണിക്കും. അവർ ധൈര്യം കാണിച്ചിരുന്നു. സ്ത്രീകൾക്ക് നല്ല ധൈര്യമുള്ള ആൾക്കാരാണ്, എനിക്കറിയാം. ഒരു ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരനായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചേച്ചി ഈ സൈഡിലെ സീറ്റിലിരിക്കണ്ടേ. അപ്പം ഞാൻ അതിനിങ്ങനെ നോക്കുക. അപ്പോൾ അതായത് ഡ്രൈവറിൻ്റെ സൈഡിലെ സീറ്റിലാണ് ഈ പെണ്ണിരിക്കണേ. ഞാനൊക്കെ ഡ്രൈവറുടെ ബാക്കിലൊരു പെട്ടി മേലെ ഇരിക്കണേ. അപ്പം ഞാനും കൂട്ടുകാരനും അടുത്തടുത്തിരിക്കുക. ചെറിയ പെട്ടിയാണ്, ബാറ്ററി പെട്ടി. അപ്പം നോക്കുമ്പോൾ ഈ ചേച്ചനെ ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഞങ്ങളെല്ലാം ഒരു 10 വയസ്സിനൊക്കെ മൂത്ത, ഒരു ലൈറ്റ് കളർ സാരി കൊടുത്തേക്കണം. അപ്പം ഞാൻ അവരുടെ ബ്രസ്റ്റുമ്മയൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അവർ സാരി ഇങ്ങനെ മാറ്റി പൊക്കിളിങ്ങനെ കാണിച്ചു തന്നു. എന്നിട്ട് കണ്ണിങ്ങനെ ഇറക്കി. ഞാൻ പറഞ്ഞെന്താന്നാ, അന്നത്തെ സ്ത്രീകൾക്ക് അങ്ങനത്തെ ധൈര്യമുള്ള പെണ്ണുങ്ങളായിരുന്നു. ഇന്നിപ്പോൾ പേടിയാണ്. മൊബൈൽ ഫോണിനെ വല്ലാതെ പേടിക്കുകയാണ് ചേച്ചിമാർ. കാരണം അങ്ങനത്തെ എന്തെങ്കിലും അറ്റംപ്റ്റ് ഉണ്ടായാലും അതൊക്കെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ നാട്ടിൽ ജീവിക്കണ്ട. പിന്നെ കുറച്ച് സദാചാരം കൂടിയും പോയി. അത് പോട്ടെ. അപ്പോൾ ഈ ചേച്ചി എന്നെ പല പ്രാവശ്യം ഓരോന്നിനും വിളിക്കും. ഒരു ദിവസം എന്നോട് പറഞ്ഞ് ബ്രേസിയറിൻ്റെ ഹുക്ക് ഇട്ട് തരാൻ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ അവിടെ കയറിയിരിക്കലൊക്കെ ഉണ്ട്, ഹുക്ക് ഇടിച്ച്. അതൊക്കെ സാധാരണമാണ്. ചിലപ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ ഇടിക്കും. കാരണം ബാക്കല്ലേ, അത് സ്വയം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിലൊന്നും ഇപ്പോൾ വേറൊരു സിഗ്നലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒരു ദിവസം സാരീൻ്റെ ഫ്ലീറ്റ് ശരിയാക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഈ ഓണക്കാലം വന്നപ്പോൾ, അതിപ്പോൾ ഓർക്കാൻ കാരണം അതാ, അന്ന് പൂക്കളൊന്നും ഇതേപോലെ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടൂല. അപ്പം ഇതിന് പോയി പൂക്കൾ കളക്ട് ചെയ്യാനൊക്കെ ഇത്തിരി ഏജായ പെണ്ണാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി പൂ പറിക്കുക, കൊട്ടയം കൊണ്ടൊക്കെ പോകണം, ആ പ്രായമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നോട് ഇരിച്ച് നീ കുറച്ച് പൂ സംഘടിപ്പിച്ച് കൊണ്ടുവച്ച്. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അതിൽ നിന്നൊക്കെ കുറേ പൂക്കളൊക്കെ എടുത്ത് ഞാൻ പറയും ഇങ്ങനെ ഒരു ചേച്ചിക്ക് കൊടുക്കാനടാ പറയും. നിനക്ക് ഇഷ്ടമുള്ള എടുത്തോളാൻ പറയും. പിന്നെ ചില പുള്ളിയും വള്ളിയൊക്കെ ഉള്ള ഇലകളുണ്ട്, ഇലയൊക്കെ നീളമുള്ള ഒരു ഡെക്കറേഷൻ. ആ ചെടീൻ്റെ പേര് എനിക്കറിയില്ല. ആ ഇലകളൊക്കെ മുറിച്ചിട്ടാലും ഓരോ പൂക്കളുടെ കള്ളികളൊക്കെ പൂക്കളുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഞാനിതൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുപോയി കൊടുത്ത്. അപ്പം അത്തത്തിന് തുടങ്ങി പൂക്കളിടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു നാളെ കൊണ്ടുവരേച്ച്. കൊണ്ടുവന്നൊക്കെ തരാം, പക്ഷേ എനിക്കെന്താ കൊണ്ട് ഗുണമെന്ന് ചോദിച്ചു. അതൊക്കെ നിനക്ക് ഗുണമുണ്ട് തരാം, നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനം തരാതെ. അപ്പം ഞാൻ പിറ്റേ ദിവസം പൂവും കൊണ്ട് പോകുമ്പോൾ, ഞാനവിടെ പോകുമ്പോൾ ഇവരുടെ അമ്മ എങ്ങോട്ടോ പോകുന്നുണ്ട്. അതിൽ ഞാൻ പൂ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇവളെന്നോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള സാധനം പറഞ്ഞില്ലേ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പറഞ്ഞു, അകത്തേക്ക് നടക്കാൻ പറയും. ഞാൻ കയറി ഉള്ളിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ അല്ല, അകത്തെ മുറിക്ക് പോകാൻ പറയും. എന്നിട്ട് ഇവരുടെ ഫ്രണ്ടിലെ ഡോറ് 4 വാതിലാണ്. അങ്ങനെ അടിയിലൊരു മുക്കം വാതിലും മുകളിൽ 2 പാളി, അടിയിൽ 2 പാളി. പണ്ടത്തെ വീടിനൊക്കെ അങ്ങനെ. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ അടിയിലത്തെ ലോക്ക് ചെയ്തിട്ട് മുകളിലത്തെ മാത്രമേ തുറന്നിട്ടുള്ളൂ, ഫ്രണ്ട് ഡോറ്. ഇപ്പം ആരെങ്കിലും വന്നാലൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ. അല്ലെങ്കിൽ ഫുൾ മലർക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ പാളിയും തുറക്കണം. ഇതങ്ങനത്തെ വാതിലാണ്. ഇത് അവൾ അടച്ച് എൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ ഇവൾ മുണ്ടും ബ്ലൗസ് ഇട്ടേക്കണേ.
എൻ്റെ അടുത്തേണ്ടെന്ന് വെച്ചേ കെട്ടിയാണ്ട് പിടിച്ചിട്ട് ചുണ്ടങ്ങോട്ട് ലോക്ക് ചെയ്ത് കുറച്ച് നേരം നാവൊക്കെ എൻ്റെ വായിക്ക് ഇട്ടു. അപ്പം എനിക്കും ചൂട് പിടിച്ച് ഞാൻ നാവ് അങ്ങോട്ടൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ചെയ്ത് അതിൽ ഞാൻ കുതിറി. അപ്പോൾ ഇവള് പറയുന്നത് നിനക്ക് തരാനൊരു സാധനം ഇതാ, നിനക്കിതിനു മുമ്പ് കിട്ടിയിട്ടില്ലല്ലോ ചേച്ചി. ഞാൻ പറയില്ല, എന്നാൽ ചേച്ചീൻ്റെ മുറിക്ക് നടക്കാൻ പറയും. അവളുടെ മുറി കൊണ്ടുപോയി അവൾ എന്നെ എൻ്റെ വസ്ത്രങ്ങളൊക്കെ അവൾ അഴിച്ചു. അവൾ സ്വയം നഗ്നായി. അപ്പോൾ ഓണക്കളി എന്ന് പറഞ്ഞാൽ അതാ ഞാൻ ഉദ്ദേശിച്ച കളി. അസലായിട്ട് ഞങ്ങൾ അന്ന് തുടങ്ങിയത് കാലങ്ങളോളം. എവിടെ ആയാലും ഓണക്കാലത്ത് ഞാൻ ലീവിന് വന്നിട്ടുണ്ടാകും, ഞാൻ അതിൻ്റെ അടുത്ത് പോകും. ഒരു 5-6 കൊല്ലം ഞാൻ ഓണക്കാലത്ത് ലീവ് എടുത്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ഓണത്തിന് മുമ്പ് ഒരു 3-4 കൊടുക്കും. 3-4 ദിവസം, ഒരു ദിവസം 3 കൊടുക്കും ചെന്നാൽ. അങ്ങനെ ഓണക്കളി, അതാണ് ഞാൻ ഉദ്ദേശിച്ച ഓണക്കളി. അതൊരു ദുഃഖപുത്രിയായിരുന്നു. ദുഃഖപുത്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ലവ് അഫെയർ ഉണ്ടായിട്ട് അത് ഫെയിലിയർ ആയതാണോ എന്താ അറിയില്ല. പിന്നെ കുറച്ച് അതിന് പ്രസാദമൊക്കെ ആയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ട്, 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്ന് കെട്ടി. ചില മനുഷ്യരെ കല്യാണമൊക്കെ കുറേ ലേറ്റാവും, അവർക്ക് പറ്റിയ ഒരാൾ വന്ന് പെടണ്ടേ. അങ്ങനെ ആ അധ്യായം അവിടെ കഴിഞ്ഞ് പിന്നെ ഞാനങ്ങോട്ട് പോകില്ല. എനിക്ക് അങ്ങനെ കുറച്ച് എത്തിക്സൊക്കെ ഉള്ള ആളാണ്, മനസ്സിലായോ? അപ്പോൾ ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം. നമസ്കാരം.